ഹായ് ഹലോ. ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നത്തില്ല, അയ്യോ എന്തുമാത്രം കാര്യങ്ങളാണ് ഇന്ന് ചെയ്ത് തീർക്കാനുള്ളത്, എന്തൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് തീർക്കാനുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്. എനിക്ക് രാവിലെ ഞാനും മനിയുടെ കല്യാക്കിൽ പോയി പൈസ എടുത്ത് നേരെ അങ്ങ് ജാനുവിൻ്റെ ലേബറിൻ്റെ വന്ന കടയിൽ കയറി ലേബറിൻ്റെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയതിനിടയിൽ ബാലു അതും ഇതും കണ്ണി മൊത്തം ചൂണ്ടി കാണിക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ പിണങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്തോ ഒരു ലുട്ടിലെടുക്ക് സാധനം വാങ്ങിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ മീൻ വാങ്ങാൻ പോവാൻ ഞാൻ. അങ്ങനെ ഞങ്ങൾ അയല മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മത്തിച്ചാളയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങ് പോയി. അപ്പോൾ അവിടെ ബുക്ക് സ്റ്റോളിൽ നിന്ന് കിട്ടിയ സാധനം ഭയങ്കര സന്തോഷമായിട്ട് കാണിക്കുകയാണ് കേട്ടോ ബാലക്കുട്ടി. അതിനുശേഷം മഞ്ഞയ്ക്ക് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അവൾ. പിന്നെ നമ്മൾ ഈ നല്ല മണമുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അത് മീൻകറിയിലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് അല്ലേ, പിന്നെ അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിൽ പോയി സാധനങ്ങളെല്ലാം വച്ച ശേഷം ഞാൻ അടുത്ത യാത്രയാണ് കേട്ടോ, പാരിപ്പള്ളിയിലേക്കാണ്. ജാനുവിന് സ്കൂളിൽ അരങ്ങേറ്റത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചിലങ്കക്കെട്ട് ഇനി അടുത്ത വരുന്ന ദിവസമാണ്. അപ്പോൾ പാരിപ്പള്ളി പോയി കുറച്ചധികം സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. പാരിപ്പള്ളി ചെന്നപ്പം ഇതേതപ്പം ജില്ലയിലും പറഞ്ഞ് ഞാൻ നാലുപറ്റും നോക്കുമായിരുന്നു കേട്ടോ, മനസ്സിലാകുന്നുകൂടിയില്ല എങ്ങോട്ട് പോകണം. അങ്ങനെ സിംലയിൽ കയറിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. ടീച്ചറിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ഇതെല്ലാം വാങ്ങി നേരെ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴത്തേനും ഞാൻ ബാലുവിനും ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഇവരെല്ലാം ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ബാലക്കുഞ്ഞിന് ഫുഡ് വാരി കൊടുത്തു. അവൾക്ക് പല്ല് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വലിയ പാട്. അങ്ങനെ കൈ മുറിഞ്ഞു എൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട്, അതുകൊണ്ട് ഫുഡ് ഒട്ടും വാരി കഴിക്കുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവൾക്കെടുത്ത് ഡ്രസ്സ് ഒന്ന് ഇടിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ബോയ്സ് ഇടുന്ന ഡ്രസ്സ് മാത്രമേ ബാലു ഇടുള്ളൂ. അങ്ങനെ പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സ് ഇട്ട് കാണാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ എന്തായാലും ഇത്തവണ അവൾക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും പിന്നെ ഒരു പ്ലേറ്റ് ചോറ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നത് അതും കംപ്ലീറ്റ് ചെയ്തതും കണ്ടിട്ട് ചടപടയെന്ന് അടുത്ത ഒരുങ്ങി റെഡിയായി കല്ലുവാതിക്കലേക്ക് പോകണം. ജാനുവിൻ്റെ ചിലങ്കേട്ടിന് ടീച്ചറിന് നമ്മൾ തട്ടം കൊടുക്കുമല്ലോ, തട്ടത്തിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങണം. നാളെയാണ് ചിലങ്കേട്ട്. ഇത് ഒന്നും വാങ്ങിയില്ലേ അമ്മ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കണം കേട്ടോ ജാനു. അവൾക്കാണെങ്കിൽ അങ്ങ് വാങ്ങിക്കാൻ പൊക്കൊള്ളാൻ വയ്യ. അങ്ങനെ പിന്നെ വള, കുപ്പിവള, പിന്നെ പൊട്ട്, ചാന്ത്, പിന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ടീച്ചറിന് കൊടുക്കാൻ ആഗ്രഹമുണ്ട് അതെല്ലാം അതിനകത്ത് വെക്കുക. അങ്ങനെ എനിക്ക് ആഗ്രഹമുള്ള എല്ലാം വാങ്ങി വെച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോയി കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ സ്വന്തം വാണിയും കുന്തിരിസോണിയ കടയിൽ നല്ല പൊരിപ്പൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് അവിടുത്തെ പൊരിപ്പ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി അതും വാങ്ങിച്ച് നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി. ഇനി ഒരു ചായ ഇട്ട് കുടിച്ച് സമാധാനമായി ഇതും കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.